നമസ്കാരം. ഉളുപ്പ് ലവലേശമില്ലാത്ത നേതാക്കന്മാരുടെ ഒരു കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ് CPIM. നമുക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ധൂർത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും ഒക്കെ. എന്നാൽ ഉളുപ്പില്ലായ്മ ഇവരെ പോലെ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരു വർഗം ലോകത്തുണ്ടാവില്ല. ഞാൻ ആ ഉളുപ്പില്ലായ്മയുടെ ഏറ്റവും വലിയ പ്രതീകമായി കാണുന്നത് തോമസ് ഐസക്കിനെയാണ്. ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് കേരളം മുഴുവൻ മുടിപ്പിച്ചിട്ട് ഇനി തൊട്ട അയൽപക്ക ജില്ലയായ പത്തനംതിട്ട കൂടി ഇല്ലാതാക്കാൻ എത്തിയിരിക്കുകയാണ് ഈ പെരും നുണയൻ. വാതുറന്നാൽ നുണ മാത്രം പറയുന്ന ഒരു നേതാവ്, അത് തോമസ് ഐസക്കാണ്. അദ്ദേഹത്തിൻ്റെ തെറ്റായ വിവരം കെട്ട ധനകാര്യ മാനേജ്മെൻറ്റാണ് കേരളത്തെ ഈ ഗതികേടിലെത്തിച്ചത്. എങ്ങനെയെങ്കിലും തട്ടിപ്പ് നടത്തി കടം വാങ്ങുക, ഭരണഘടനയെ മറികടക്കാൻ റിസർവ് ബാങ്കിനെ മറയാക്കി പലതരത്തിൽ പല തട്ടിക്കൂട്ട് പ്രസ്ഥാനങ്ങളും തുടങ്ങി കടം വാങ്ങി ഈ നാടിനെ മുടിപ്പിച്ച് കുട്ടിച്ചോറാക്കി പത്തനംതിട്ടയിൽ വന്ന് മത്സരിക്കുന്നു. എന്നിട്ട് പത്തനംതിട്ടക്കാരെ പൊട്ടന്മാരാക്കി ലജ്ജയില്ലാതെ നുണ വിളമ്പുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം പത്തനംതിട്ട മുഴുവൻ തൊഴിൽ കൊടുക്കുമെന്നാണ്. ഒരു നാണവുമില്ലാതെ അയാൾ പറഞ്ഞ ആ നുണക്കഥ ഇങ്ങനെയാണ്. പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ. എങ്ങനെ ഈ ഉറപ്പ് നൽകുന്നത്? നമ്മുടെ തൊഴിലന്വേഷണത്തിന്റെ ഇന്നത്തെ രീതി തലതിരിച്ചാക്കാം. ഇപ്പോൾ നമ്മള് ഒരു വിദ്യാഭ്യാസ കോഴ്സ് പഠിക്കുന്നു, പറ്റുന്നെങ്കിലും എന്തെങ്കിലും നൈപുണ്യം നേടുന്നു, പിന്നെ തൊഴിലന്വേഷണം കിട്ടുമെന്ന് യാതൊരു ഉറപ്പില്ല. ഇനിമേൽ അത് മാറണം. ആദ്യം പറ്റിയ തൊഴിൽ കണ്ടുപിടിക്കും, അതിനുള്ള നൈപുണ്യ പരിശീലനം നൽകുന്നു, പ്ലേസ്മെന്റ് നടത്തും. 10,000 തൊഴിലവസരങ്ങൾ ഓരോ വീട്ടിലും എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന തെരഞ്ഞെടുത്തോളൂ, നൈപുണ്യ പരിശീലനം നൽകും, ഉറപ്പാണ് തൊഴിൽ. ഇതൊന്നും പറ്റിയില്ലേ? പുതിയത് കണ്ടുപിടിക്കാം. ലോകത്തുള്ള കോടാനുകോടി തൊഴിലുകളിൽ നിന്ന് നമുക്ക് പത്തനംതിട്ടയ്ക്ക് പറ്റുന്ന ഏതാനും 10,000 തിരഞ്ഞെടുത്താൽ പോരെ? അത് തിരഞ്ഞെടുക്കാം, ഉറപ്പാണ് തൊഴിൽ. അയാളങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു. ഇതുവരെയുള്ള പഠന രീതി മാറ്റുന്നു. ആദ്യം പഠനം, പിന്നെ തൊഴിൽ പരിശീലനം, അത് കഴിഞ്ഞ് ജോലി എന്നത് മാറ്റി ആദ്യം ജോലി, അത് കഴിഞ്ഞ് തൊഴിൽ പരിശീലനം. അങ്ങനെ 10,000 തൊഴിൽ പത്തനംതിട്ടയിലേക്ക് എത്തും. ഇനി അത് സാധിക്കുന്നില്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് തൊഴിൽ പത്തനംതിട്ടയിലേക്ക് എത്തിക്കും. ജനങ്ങൾ ഇത്രമാത്രം വിഡ്ഢികളാണ്. അവർ ഈ പറയുന്ന നുണയൊക്കെ വിശ്വസിക്കണമെങ്കിൽ, ഇങ്ങനെ ഉളുപ്പില്ലാതെ ഇതൊക്കെ വിളിച്ചു പറയണമെങ്കിൽ എന്തൊരു തൊലിക്കെട്ടിയായിരിക്കണം ഈ നേതാവിനെ. പക്ഷേ എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് അവരുടെ ഇലക്ഷൻ പ്രചരണം നോക്കുക. ക്യാപ്റ്റനെ അവർ രംഗത്തിറക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയാണ് താരപ്രചാരകൻ എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെല്ലാം ആഘോഷം തുടങ്ങി. ഇനി അദ്ദേഹത്തിന്റെ ഒരു തേരോട്ടമാണ്. നാട് നീളം നടന്ന് വർഗീയത പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത്. മതേതരത്വത്തിന്റെ പേരിൽ, ജനാധിപത്യത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന ഈ പാർട്ടി വർഗീയത പരത്തിയാണ് വോട്ട് പിടിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിൽ തള്ളിവിടുന്ന നുണകൾ, ഒരു ജനതയെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി വോട്ട് നേടാൻ നടത്തുന്ന ശ്രമങ്ങൾ എത്ര ലജ്ജാകരമാണ്. പൗരത്വ ഭേദഗതി നിയമം വഴി ഇവിടുത്തെ മുസ്ലിമുകൾക്ക് മുഴുവൻ നാട് വിടേണ്ടി വരും, മുസ്ലിമിനെതിരാണ് എന്നുള്ള പ്രചരണം തന്നെ പച്ച വർഗീയതയാണ് എന്ന് പിണറായി തിരിച്ചറിയണം. തെരഞ്ഞെടുപ്പ് ആവുമ്പോഴാണ് ആവേശത്തോടുകൂടി രംഗത്തെത്തുന്നത്. ഇതേ CPM ഈ പച്ചക്കള്ളം പറയുന്ന, മുസ്ലിമുകളുടെ സംരക്ഷകനാണെന്ന് പറയുന്ന, മോദി വിരുദ്ധനാണെന്ന് പറയുന്ന, മോദിയെ നേരിടണമെങ്കിൽ മുസ്ലിം ജനത എനിക്കൊപ്പം നിൽക്കണമെന്ന് അവകാശപ്പെടുന്ന ഇതേ പിണറായി നയിക്കുന്ന മന്ത്രിസഭയിലെ ഒരു അംഗത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രസിഡന്റിന്റെ പേരും പടവും വെച്ച് കർണാടകയിൽ മോദിക്കൊപ്പം BJPക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നു. ആലോചിച്ച് നോക്കുക. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന പോസ്റ്ററാണ്. ബാംഗ്ലൂർ റൂറൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന മഞ്ജുനാഥ് എന്നു പേരുള്ള ലോക്സഭാ സ്ഥാനാർത്ഥി JDSന്റെ സ്ഥാനാർത്ഥിയാണ്. ആ JDSന്റെ സ്ഥാനാർത്ഥി മോദിക്കൊപ്പം, ദേവഗൌഡയ്ക്കൊപ്പം അവിടെ വെച്ചിരിക്കുന്ന പോസ്റ്റർ എന്ന് പറയുന്നത് ഈ JDSന്റെ കേരള പ്രസിഡന്റായ മുൻ മന്ത്രി കൂടിയായ മാത്യു ടി തോമസിന്റെയും മന്ത്രി കൃഷ്ണൻകുട്ടിയുടെയുമാണ്. അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമുണ്ടോ? കാരണം അവിടെ മലയാളികളുടെ വോട്ടുണ്ട്. മലയാളികളുടെ വോട്ട് നേടണം. എന്തുകൊണ്ടാണ്? JDS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കർണാടകയിൽ BJPയുടെ സഖ്യകക്ഷിയാണ്. അതുകൊണ്ട് തന്നെ മോദിയുടെ ചിത്രം വെച്ചാണ് അവിടെ മത്സരത്തിൽ അവർ രംഗത്തിറങ്ങുന്നത്. അതേ പാർട്ടി, അതായത് ദേവഗൌഡ നേതാവായിരിക്കുന്ന അതേ പാർട്ടി ഇവിടെ പിണറായിയുടെ സഖ്യകക്ഷിയാണ്. പിണറായി മന്ത്രിസഭയിലെ മന്ത്രിയാണ്. ആലോചിച്ച് നോക്കുക. ഇവിടെ മോദി വിരുദ്ധത, BJP വിരുദ്ധത, സംഘവിരുദ്ധത പ്രസംഗിക്കുന്ന ഈ മന്ത്രിസഭയിലെ ഒരംഗമുള്ള, ഈ മന്ത്രിസഭയുടെ ഭാഗമായിരിക്കുന്ന ഒരു പാർട്ടി ദേശീയ തലത്തിൽ BJPയുടെ സഖ്യകക്ഷിയാണ്. അവർ BJPക്ക് വേണ്ടി മത്സരിക്കുന്നു. അവിടെ ഇവിടുത്തെ നേതാക്കന്മാരുടെ ചിത്രം കൂടി അവർ വയ്ക്കുന്നു. ഇത്രയും ഉളുപ്പില്ലാത്തവർ. ഇവിടെ അവർ കമ്മികളാണ്, മോദി വിരുദ്ധരാണ്, സംഘവിരുദ്ധരാണ്. അവിടെ കർണാടകയിൽ ചെല്ലുമ്പോൾ അവർ സംഘികളാണ്, സംഘികൾക്കൊപ്പം മത്സരിക്കുന്നു.
സംഘി നേതാവിനൊപ്പം ചിത്രം വയ്ക്കുന്നു. എന്തൊരു ഉളുപ്പില്ലായ്മയാണ്. അത് പോട്ടെ, നമ്മുടെ കേരളത്തിന്റെ ഭാഗമെന്ന് പറയാവുന്ന ഒരു പ്രവിശ്യയാണ് മാഹി അല്ലെങ്കിൽ മയ്യഴി. നമുക്കെല്ലാം മയ്യഴി അറിയാം. ഭരണപരമായി മാഹി നമ്മുടെ ഭാഗമല്ല, അത് പോണ്ടിച്ചേരിയുടെ ഭാഗമാണ്. പക്ഷെ അത് കേരളത്തിലാണ്, കേരളത്തിന്റെ ഭൗതികാതിർത്തിക്കുള്ളിലാണ്. നമുക്ക് മാഹി കടക്കാതെ അങ്ങോട്ട് പോകാനേ പറ്റില്ല. ആർക്കെങ്കിലും കോഴിക്കോട് നിന്ന് മാഹി കടക്കാൻ തലശ്ശേരി പോകാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് കേരളത്തിന്റെ ദേശീയപാത പോകുന്നത് മലബാറിലേക്ക് നമ്മൾ പോകുന്നത് മാഹി വഴിയാണ്. അത് മാഹി ടൗണിൽ കൂടെ ചുറ്റിക്കറങ്ങിപ്പോൾ ഇപ്പോൾ ബൈപ്പാസ് ആയിട്ടുണ്ട്. അത്രമാത്രം കേരളത്തിന്റെ ഭാഗമായിരിക്കുന്ന, മുഴുവൻ പേരും മലയാളം സംസാരിക്കുന്ന മാഹിക്കാരനായ മുകുന്ദൻ സാഹിത്യകാരനോട് പ്രസിഡന്റ് ആയിരുന്നു. അതായത് അത്രമാത്രം കേരളത്തിന്റെ ഭാഗമായിരിക്കുന്ന, മലയാളികളുടെ ഭാഗമായിരിക്കുന്ന ഈ മാഹിയിൽ ഇവിടുത്തെ CPM-കാർ പിന്തുണയ്ക്കുന്നതും പ്രചരണം നടത്തുന്നതും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ്. ആലോചിച്ച് നോക്കിക്കേ, ഇവിടെ കോൺഗ്രസ് മോശം പാർട്ടിയാണ്, കോൺഗ്രസ് തകരണം, കോൺഗ്രസ് വർഗീയ പാർട്ടിയാണ്, BJP-യുടെ B ടീമാണ്, ഇന്നത്തെ കോൺഗ്രസ്സുകാർ നാളത്തെ BJP-കാരാണ് എന്നൊക്കെ പറഞ്ഞ് നുണ പ്രചരിപ്പിച്ച് ഭയം സൃഷ്ടിച്ച് വോട്ട് പിടിക്കുന്ന പിണറായിയുടെ പാർട്ടി CPM ഈ മലബാറിലെ തന്നെ ഒരു പ്രവിശ്യയായ, ഭരണപരമായി പോണ്ടിച്ചേരിയുടെ ഭാഗമായ മാഹിയിൽ കോൺഗ്രസിന് വേണ്ടി, കൈപ്പത്തിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നു. അതായത് അവർ അവിടെ കൊങ്ങിയാണ്. അതായത് കേരളത്തിൽ അവർ മോദി വിരുദ്ധരാണ്, സംഘവിരുദ്ധരാണ്, അന്തംകമ്മികളാണ്. ഈ കേരളത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന മാഹിയിൽ, മലയാളം സംസാരിക്കുന്ന മാഹിയിൽ ചെല്ലുമ്പോൾ അവർ കൊങ്ങികളാണ്, കോൺഗ്രസ്സുകാരോടൊപ്പമാണ്. ഇനി അയൽപക്കത്തായി കർണാടകത്തിലേക്ക് ചെല്ലുമ്പോൾ അവർ സംഘിയാണ്. ഇതാണ് ഉളുപ്പില്ലായ്മ, ഇതാണ് നാണമില്ലായ്മ. ഇതുപോലെ നാണം കെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടാവില്ല. ആത്മാഭിമാനം ലെവലേശമില്ല. ഇവർ പറയുന്നത് മോദിയെ, BJP-യെ നേരിടാൻ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യണമെന്നാ. പക്ഷേ ത്രിപുരയിലെയും ബംഗാളിലെയും കമ്മ്യൂണിസ്റ്റുകാർ എവിടെ പോയി? അവരൊക്കെ കൂട്ടത്തോടുകൂടി സംഘികളായി, BJP-കാരായി സീറ്റ് നേടി സർക്കാരുണ്ടാക്കി. ഇതൊക്കെ മറച്ചു വെച്ച് ജനത്തെ കബളിപ്പിക്കുന്ന വിഡ്ഢികളാണ്, വിഡ്ഢി കൂഷ്മാണ്ഡങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാർ.